ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം സംശയമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഒരുപാട് DMs എനിക്ക് വരുന്ന ഒരു കാര്യമാണ്, ബ്രോ USDT ബാൻ ആവാൻ പോവല്ലേ, ഇനി നമ്മൾ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, USDT മാറ്റണോ, അതുപോലെ തന്നെ വേറെ കോയിൻസിലേക്ക് മാറണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഈ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ അവർക്കും കൂടി പാസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ മുഴുവനെ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എത്തും. അപ്പോൾ ലേറ്റ് ആക്കുന്നില്ല, നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ എന്താണ് USDT ബാൻ അല്ലെങ്കിൽ USDT ഡീലിസ്റ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ ന്യൂസൊക്കെ വരുന്നത് എന്നുള്ള കാര്യം ആദ്യം നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ USDT നോക്കുകയാണെങ്കിൽ വേൾഡിലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ടോപ്പ് 3യിൽ നിൽക്കുന്ന ഒരു കോയിൻ, സ്റ്റേബിൾ കോയിനാണ് ടെതർ USDT എന്ന് പറയുന്നത്. അപ്പോൾ USDT എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. USDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോളറിന് പകരമായിട്ട് ക്രിപ്റ്റോയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേബിൾ കോയിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിൻ്റെ പ്രൈസ് എത്രയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ സ്റ്റേബിൾ കോയിൻ്റെ പ്രൈസ്. ഡോളറിൻ്റെ ഒരു വെർച്വൽ കോയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, US ഡോളറിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ USDT ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള വേൾഡിലെ തന്നെ ടോപ്പ് 3യിൽ നിൽക്കുന്ന ഒരു കോയിൻ എന്തുകൊണ്ടാണ് ഡീലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബാൻ ആവുന്നു എന്നൊക്കെ ന്യൂസ് വരുന്നത്? ആ ഒരു കാര്യമാണ് നമ്മൾ വ്യക്തമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു USDTൻ്റെ ഡെവലപ്പർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ടെതർ ആണ്. ഓക്കെ, ടെതർ എന്ന് പറയുന്ന കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ ഒരു USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ്റെ ഡെവലപ്പർ. ഓക്കെ, അപ്പോൾ ഈ ടെതറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ 2-3 മാസം കൂടുമ്പോഴും ഓരോ നെഗറ്റീവ് ന്യൂസുകൾ വരും. ഈ ഒരു ടെതറിൻ്റെ നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ട്രേഡർ, അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താ പറയുക, എല്ലാ ദിവസവും നമ്മൾ ചായ കുടിക്കുന്നില്ലേ, അതുപോലെ തന്നെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു ന്യൂസായിട്ട് നമ്മളിപ്പോൾ കണക്കാക്കാറുള്ളൂ. കാരണം എല്ലാ ദിവസവും ഈ ടെതറിനെതിരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും. കാരണം ഈ ടെതറിനെ എങ്കിലും ചവിട്ടി താഴ്ത്തുക എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമാണ്. അതിന് കാരണം എന്തായിരിക്കും? അത് പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നോക്കേണ്ട കാര്യമാണ്. കോയിൻ ബേസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച്, ബൈനാൻസ് പോലെയും ബൈബിറ്റ് പോലെയൊക്കെ തന്നെ ഒരു എക്സ്ചേഞ്ച് ആണ് ഈ കോയിൻ ബേസ് എന്ന് പറയുന്നത്. യൂറോപ്പിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് കോയിൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോയിൻ ബേസ് ആണ് ആദ്യം ഈ USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിനെ ഡീലിസ്റ്റ് ആക്കിയത്. അപ്പോൾ അതിന് കാരണമായിട്ട് കോയിൻ ബേസ് പറയുന്നത് എന്താണ്? മൈക്ക റെഗുലേഷൻ ആണ്. അപ്പോൾ എന്താണ് മൈക്ക റെഗുലേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ നടക്കുന്ന ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകളെല്ലാം അവരുടെ ലീഗലി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന റെഗുലേഷനാണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് മൈക്ക എന്ന് പറയുന്നത്. മൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ്സ് ഇൻ ക്രിപ്റ്റോ അസറ്റ്സ് റെഗുലേഷൻ എന്നാണ് മൈക്കയ്ക്ക് ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്നാണ്, VDA എന്നാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും ഇതുപോലുള്ള ഒരുപാട് ഫ്രെയിം വർക്കുകൾ, റെഗുലേഷൻസ് ഉണ്ടാവും. അവരുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പോൾ കോയിൻ ബേസ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക, അതായത് ഈ റെഗുലേഷൻ ഒന്നും USDT ഫോളോ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഡീലിസ്റ്റ് ആക്കിയത് എന്നുള്ള കാര്യമാണ് കോയിൻ ബേസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോയിൻ ബേസ് പറയുന്ന കാര്യം സത്യമാണോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്ക റെഗുലേഷൻ ആർട്ടിക്കിൾ 63 പ്രകാരം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യണം. യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാ റെഗുലേറ്ററീസും ഈ ഒരു ഏതൊരു സ്റ്റേബിൾ കോയിൻ ആയിക്കോട്ടെ ആ എല്ലാ സ്റ്റേബിൾ കോയിൻസും ഈ ഒരു മൈക്ക ആർട്ടിക്കിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മൈക്രോ റെഗുലേഷൻസിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ കോയിൻസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് മൈക്ക റെഗുലേഷനിൽ യൂറോപ്പിൽ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈക്ക റെഗുലേഷനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്ക റെഗുലേഷനിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു USDT എന്ന് പറയുന്നത് എന്താണ്? വെർച്വൽ ആയിട്ടുള്ള കോയിനാണ്. അപ്പോൾ നമ്മളൊരു USDT നമ്മളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന സപ്ലൈ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വേൾഡ് വൈഡ് ആയിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന USDTൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 137 ബില്യൺ USDT ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു USDT എന്ന് പറഞ്ഞാൽ എത്രയാണ്? $1. അപ്പോൾ നമ്മൾ ഇത്രയും USDT മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ഇത്രയും കറൻസി ഫിസിക്കലായിട്ട് എന്ത് വേണം? USDTയുടെ കമ്പനീൻ്റെ അകത്ത്, അതായത് ടെതറിൻ്റെ അടുത്ത് വേണം. ഓക്കെ, കാരണം ഒരു USDT ഈക്വൽ ടു $1 ആണ്. അപ്പോൾ ഈ 137 ബില്യൺ അവരുടെ കയ്യിൽ എന്ത് വേണം? 1:1 റേഷ്യോയിൽ ബാക്കപ്പ് കാണിക്കാൻ വേണം. അല്ലെങ്കിൽ 1:1 റേഷ്യോയിൽ ഓരോ വെർച്വൽ USDTക്കും ഓരോ ഫിസിക്കൽ ഡോളർ അവരുടെ കയ്യിലുണ്ട്, ആ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. പക്ഷേ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ഈ ടെതർ എന്ന് പറയുന്ന USDTൻ്റെ ഡെവലപ്പറായ കമ്പനി ഈ മൈക്ക റെഗുലേഷനിൽ പറയുന്നത് പോലെ ആ ഒരു കാര്യം
കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇത്ര ഡോളർ ബാക്കപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഈ 1:1 റേഷ്യോ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഇതുവരെ അവരെന്ത് ചെയ്തിട്ടില്ല, ഒരു എക്സ്റ്റേണൽ തേർഡ് പാർട്ടി ഓഡിറ്ററുമായിട്ട് ഓഡിറ്റ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്തിട്ടില്ല, വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഡീലിസ്റ്റ് ആക്കണം എന്നാണോ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്? ഒരിക്കലുമല്ല എന്നുള്ള കാര്യമാണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുക. അപ്പൊ എന്താണ് ഈ റെഗുലേഷൻസ് ഫോളോ ചെയ്യാത്ത ക്രിപ്റ്റോ കറൻസി സ്റ്റേബിൾ കോയിൻസിനോട് ഈ റെഗുലേറ്ററീസ്, അതായത് എക്സ്ചേഞ്ചസ് ചെയ്യേണ്ടത്? അവർക്കൊരു സമയപരിധി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനല്ല തന്നെ ഒരു സമയപരിമിതി കൊടുത്തുകൊണ്ട് അവർക്ക് ആ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക എന്നതാണ് റെഗുലേറ്ററീസ് ചെയ്യേണ്ടത്. പക്ഷേ കോയിൻ ബേസ് ചെയ്തത് എന്താണ്? ഡയറക്ട്ലി ഞങ്ങൾ ഡിസംബർ അവസാനിക്കുന്നതോടെ ഈ കോയിൻ ഡീലിസ്റ്റ് ആക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ആ കോയിൻ എടുത്തു കളഞ്ഞു. അതാണ് കോയിൻ ബേസ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ബാക്കിയുള്ള ടയർ 1 എക്സ്ചേഞ്ചുകൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ബൈബിറ്റ്, ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചുകൾ എന്താണ് അങ്ങനെ ഡീലിസ്റ്റ് ആക്കി കളയാത്തതിന്റെ കാരണം? ഈ കോയിൻ ബേസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിന് USDT ഡീലിസ്റ്റ് ആക്കുന്നത് കൊണ്ട് എന്താണ് അവർക്ക് ഗുണം? ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ ഒരു USDT എന്ന് പറയുന്ന കോയിൻ ബാൻ ആവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ടോട്ടലി വേൾഡ് വൈഡ് പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കോയിൻ ബേസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ യൂറോപ്പിൽ നിന്ന് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മളെല്ലാവരും നിലവിലുള്ളത് ഏഷ്യയിലാണ്. അപ്പോൾ ഏഷ്യയിലൊക്കെ തന്നെ ബാൻ ആവാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും അടുത്തതായിട്ട് പോകുന്നത് ഏതിലേക്കായിരിക്കും? അടുത്തൊരു സ്റ്റേബിൾ കോയിനിലേക്ക് നമ്മൾ മാറും. അത്ര മാത്രമേ ഉള്ളൂ. USDT ബാൻ ആയെന്ന് വെച്ച് ക്രിപ്റ്റോ മാർക്കറ്റ് എവിടെയും പോകുന്നില്ല. നമ്മൾക്ക് വീണ്ടും ട്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു സ്റ്റേബിൾ കോയിനിലേക്ക് മാറും. അപ്പോൾ അടുത്ത സ്റ്റേബിൾ കോയിൻ ഏതാണ്? താഴേക്ക് വന്നാൽ കാണാൻ പറ്റും 8ാം സ്ഥാനത്ത് ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൽ നിൽക്കുന്ന USDC എന്ന് പറയുന്ന കോയിനാണ് അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ കോയിൻ. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ചേഞ്ചിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ട്രേഡിംഗ് പെയർസിന് USDT ഉണ്ട്, USDC ഉണ്ട്. അത് 2 ട്രേഡിംഗ് പെയറുകളാണ്. അപ്പോൾ USDC ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്ന, അല്ലെങ്കിൽ നിലവിൽ മാർക്കറ്റിലുണ്ട് ഈ ഒരു USDTന്റെ കോമ്പറ്റീറ്റർ. ഓക്കെ, ക്രിപ്റ്റോ മാർക്കറ്റിൽ അവർക്ക് എതിരാളിയായിട്ടുള്ളത് USDC ആണ്. ഓക്കെ, അപ്പോൾ ഈ ടെതറിന്റെ USDT ബാൻ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആർക്കാണ്? USDCക്കാണ്. അപ്പോൾ ഈ USDCക്ക് അഡ്വാൻറ്റേജ് വരുന്നത് എന്തിനാണ് കോയിൻ ബേസ് നോക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. USDCന്റെ പേജിലേക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റും എന്താണ് USDC എന്ന് പറയുന്ന കോയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? സർക്കിൾ എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 1:1 റേഷ്യോ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ് ആദ്യം തന്നെ ഇവരുടെ സൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളുടെ ടെതർ ആണെങ്കിലോ അത് ഫോളോ ചെയ്യുന്നില്ല താനും. ഓക്കെ, ടെതറിൻ്റെതാണ് USDT. ഇപ്പോൾ USDC എന്ന് പറയുന്നത് എന്താണ്? USDTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആണ്, കുറച്ചുകൂടി വിശ്വസനീയമാണ്. കാരണം $1:1 അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു വെർച്വൽ കോയിനുള്ള ഒരു ഫിസിക്കൽ ഡോളർ അവരുടെ കയ്യിലുണ്ട് എന്ന റിസർവ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സർക്കിൾ എന്ന് പറയുന്ന കമ്പനിയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആരാണ്? കോയിൻ ബേസ് ആണ്. ഏറ്റവും കൂടുതൽ സർക്കിൾ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? കോയിൻ ബേസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് യൂഷ്വലി ആർക്കാണ് കിട്ടുക? കോയിൻ ബേസിനാണ്. അവരുടെ ഫണ്ട് വലുതാവും, അവർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് വലുതാവും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഒരു ചാൻസ് കിട്ടിയപ്പോൾ നൈസായിട്ട് എന്ത് ചെയ്തത്? കോയിൻ ബേസ് USDTന്റെ ഡീലിസ്റ്റ് ആക്കി എടുത്തു കളഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ, ഫ്യൂച്ചറിൽ ഇന്ത്യയിലും ഏഷ്യയിലും എല്ലാം തന്നെ ഈ കോയിൻ പോകുമോ? USDT ബാൻ ആയിക്കൊണ്ട് USDCയിലേക്ക് മാറുമോ? നമ്മളിപ്പോൾ USDT മാറ്റി USDC ആക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഈ ഒരു കോയിൻ USDT ഡീലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു എക്സ്ചേഞ്ച് കോയിൻ ബേസ് ആണ്. ബാക്കിയുള്ള എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ ബൈനാൻസ്, ബൈബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകളൊന്നും ഈ ഒരു കോയിനെ ഡീലിസ്റ്റ് ആക്കാത്തതിന്റെ മെയിൻ കാരണം എന്താണ്? USDT എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേബിൾ കോയിന്റെ 80% വോളിയം വരുന്ന എവിടെ നിന്നാണ്? ഏഷ്യ എന്ന് പറയുന്ന ഈ കോണ്ടിനെന്റിൽ നിന്നാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ്. ഏഷ്യയിൽ നിലവിൽ ഇത്രയും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേബിൾ കോയിനെ ഡീലിസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചസിന് അത്ര ഈസി അല്ല. അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നില്ല ആ കാര്യം. കാരണം എന്താണ്? ഇതുവരെ റെഗുലേറ്ററീസ് ഒന്നും അതുപോലെ തന്നെ ഇതുപോലെ നിയമങ്ങളൊന്നും ഈ കോയിനെ ഡീലിസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഏഷ്യയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ മൈക്ക റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു USDT മാറ്റിക്കൊണ്ട് USDC ആക്കണോ? ആ ഒരു ക്വസ്റ്റ്യൻ അല്ല എല്ലാവരുടെ മനസ്സിലുള്ളത്. പേഴ്സണലി എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഈ മൈക്കയിലാണ് ഈ കാര്യങ്ങളെല്ലാം, ഈ മാർക്കറ്റ് ഇൻ ക്രിപ്റ്റോ അസറ്റ് എന്ന് പറയുന്ന റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തതിനാണ് ഈ ഒരു കോയിൻ ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടെന്നാണ് കോയിൻ ബേസ് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചറിലും ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളും എന്ത് ചെയ്യും? USDTനെ ഡീലിസ്റ്റ് ചെയ്യും. എവിടെയാണത് ഡീലിസ്റ്റ് ചെയ്യപ്പെടുക? ഏഷ്യയിലല്ല, യൂറോപ്പ് എന്ന് പറയുന്ന ഒരേ ഒരു കോണ്ടിനെന്റിലാണ് ഈ മൈക്ക റൂൾസ് നിലവിലുള്ളത്, അതുപോലെ തന്നെ ബാധകമായിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ VDA എന്ന് പറയുന്ന വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്ന ഫ്രെയിംവർക്കാണ് നിലവിലുള്ളത്. അതിൽ ഇങ്ങനെ ഒരു റൂളും 1:1 റേഷ്യോ കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന റൂളൊന്നും നിലവിൽ ഇതുവരെ 2025 ജനുവരി 2-ാം തീയതി വരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒന്നും കൂടെ സേഫ് ആയിരിക്കണം, നിങ്ങൾക്ക് അത്രയും പേടിയുണ്ട്, ഒരു രീതിയിലുള്ള റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ ടെതർ സ്വാപ്പ് ചെയ്തുകൊണ്ട്
ഒരു നഷ്ടവും വരാതെ USDC മാറാം. USDTയിൽ നിന്നും USDC മാറാവുന്നതാണ്. ഭാവിയിൽ ഇങ്ങനെ ഏഷ്യയിലും റൂൾസ് വന്നാലോ എന്ന് പേടിയുള്ളവർ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബൈബിറ്റ് ആണ്. ബാക്കിയുള്ള ഏത് എക്സ്ചേഞ്ചിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം അസറ്റിലേക്ക് പോവുക. അസറ്റിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അസറ്റിൽ USDT സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അസറ്റിലേക്ക് വന്ന് USDT എടുത്തു. USDT എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ട്രാൻസ്ഫർ ഉണ്ട്, കൺവേർട്ട് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഹോൾഡ് ചെയ്യുന്ന USDT ഇതിപ്പോൾ എൻ്റെ എക്സ്ചേഞ്ച് സെക്കൻഡറി അക്കൗണ്ട് മാത്രമാണ്. എനിക്ക് മെയിൻ ആയിട്ട് വേറെ എക്സ്ചേഞ്ച് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ വാലറ്റും ഉണ്ട്. ഞാൻ എൻ്റെ കൂടുതൽ USDTസും വേറെ കോയിൻസും എല്ലാം തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, വാലറ്റിലാണ്. ഓക്കെ, എക്സ്ചേഞ്ചിൽ ഒരിക്കലും വലിയ ഫണ്ട് ഞാൻ ഹോൾഡ് ചെയ്യില്ല. എല്ലാ വലിയ ഫണ്ടുകളും എവിടെയാണ് ഉണ്ടാവുക, വാലറ്റിലാണ്. അതാണ് സേഫ്. അപ്പോൾ വാലറ്റിലുള്ളവർക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ഏതൊരു വാലറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഓപ്ഷൻ അവിടെയും കാണും. USDTയിലേക്ക് കയറുക. ഏത് നെറ്റ്വർക്കിലാണ് നിങ്ങളുള്ളത്, ആ ഒരു നെറ്റ്വർക്കിന്റെ ഗ്യാസ് ഫീ നിങ്ങൾ വാലറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ടി വരും. പക്ഷേ എക്സ്ചേഞ്ചിന് ഗ്യാസ് ഫീ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട എന്താണ്, ഇവിടെ കൺവേർട്ട് എന്ന് പറയുന്ന വട്ടം കാണാം, കൺവേർട്ട് കൊടുക്കുക. ഓക്കെ, കൺവേർട്ട് അല്ലെങ്കിൽ സ്വാപ്പ് എന്നൊക്കെ പറയുന്നതായിരിക്കും വേറെ എക്സ്ചേഞ്ചുകളിൽ വാക്കുകൾ ഉണ്ടാവുക, പക്ഷേ പ്രോസസ്സ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫ്രം USDT ടു ഇതേറിയമാണുള്ളത്. ഇത് മാറ്റിയതിന് ശേഷം USDC ആക്കി കൊടുക്കാം. USDC. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും USDC വന്നിട്ടുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ള 5 USDT USDC ആക്കി മാറ്റാൻ പോവാണ്. 5 കൊടുത്താൽ കാണാൻ പറ്റും 4.92 മാത്രമേ ഇവിടെ റിസീവ് ആവുന്നുള്ളൂ. കാരണം എന്താണ്, ഈ ഒരു 1 USDT ഈക്വൽസ് 1 USDC അല്ല, 0.98 USDC ആണ് നിലവിലുള്ള പ്രൈസ്. ഓക്കെ, ഇത് ഓരോ എക്സ്ചേഞ്ചിനും അനുസരിച്ച് ചെറിയ പ്രൈസിന്റെ മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീയും ഇതിൽ നിന്നും നമ്മുടെ എക്സ്ചേഞ്ച് പിടിക്കും. ഓക്കെ, അത് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, കോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നിലവിൽ ചെയ്യുന്നില്ല, ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. USDT USDC ആയി മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളായുള്ള പ്രോസസ്സാണ്. വേണ്ടവർ മാത്രം ചെയ്യുക. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. കാരണം എന്താണ്, നമ്മളുടെ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബൈബിറ്റിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കോയിനും ഈ USDC യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ യൂസ് ചെയ്യുന്ന ഏതാണ്, USDT ആണ്. അപ്പോൾ എല്ലാ കോയിൻസിനും USDT പെയറാണ് നിലവിലുള്ളത്. USDC പെയറും അങ്ങനെ വ്യാപകമായിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും USDCയിലേക്ക് മാറും. കാരണം എന്താണ്, USDC എന്ന് പറയുന്നത് കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആണ്. എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്നുണ്ട്. യൂറോപ്പിലെ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റൂൾസ് എല്ലാം ഇന്ത്യയിലേക്ക് വരാൻ ഒരുപാട് സമയം എടുത്തേക്കാം. ഇനി പെട്ടെന്ന് വരികയാണെങ്കിൽ എന്താണ്, 1 മിനിറ്റിന്റെ സമയം മാത്രം മതി ഞാൻ ഈ കാണിച്ച പോലെ സ്വാപ്പ് ചെയ്തുകൊണ്ട് USDCയിലേക്ക് മാറാൻ. അപ്പോൾ ഈ ഒരു സ്റ്റേബിൾ കോയിൻ ബാൻ കൊണ്ട് ഒരിക്കലും ക്രിപ്റ്റോ മാർക്കറ്റ് ഇല്ലാതാവുകയല്ല. ഒരു കോയിൻ മാറി എന്താവും, നമ്മൾ അടുത്ത കോയിനിലേക്ക് മാറുമെന്ന കാര്യം മാത്രം മനസ്സിലാക്കുക. എന്നിട്ട് ഡെയിലി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഡെമോ ട്രേഡ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് സിഗ്നൽസ് വേണം, ട്രേഡിംഗ് അസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ VIP മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്മളുടെ മെമ്പർഷിപ്പ് മോഡറേറ്ററിന്റെ ടെലഗ്രാം ID താഴെ കൊടുക്കാം. വേണ്ടവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിലൂടെ നമ്മളുടെ ഒപ്പം തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നമ്മൾ തന്നെ ട്രേഡിംഗ് സീരീസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കാണാം, പഠിക്കാം. അതുപോലെ ഒരുപാട് ചാനൽസ് യൂട്യൂബിൽ കിട്ടും. എന്തും സെർച്ച് ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പഠിക്കുക, മുൻപിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. See you soon. Bye.